നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവം അതീവ ക്രൂരവും ആസൂത്രിതവുമായ കൊലപാതകമെന്നതിലേക്ക് വിരൽ ചൂണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭാതം വീട്ടിൽ ബസന്തിന്റെ മകൾ സാവരിയ തലക്കേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്നാണ് മരണപ്പെട്ടതെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായി. ഉസ്ബെക്കിസ്ഥാനിലെ ഗുബാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സാവരിയയുടെ സഹപാഠിയായിരുന്ന മലപ്പുറം പുലമാന്തോൾ കുട്ടപ്പാറ സ്വദേശി സദറുൽ ആനാം സാവരിയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കിയ ശേഷമാണ് കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതി നിലവിൽ ഉസ്ബെക്കിസ്ഥാനിൽ പോലീസ് കസ്റ്റഡിയിലാണ്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമികമായ നിഗമനമെങ്കിലും ശരീരമാസകലമുണ്ടായിരുന്ന മുറിവുകൾ പെൺകുട്ടി ഏറെ നാളുകളായി നേരിട്ട അതിക്രൂരമായ മർദ്ദനങ്ങളുടെ തെളിവാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നടത്തിയ പരിശോധനയിൽ സാവരിയയുടെ മുഖം മുതൽ കാലുവരെ ചതഞ്ഞു. കരുവാളിച്ച പാടുകളുണ്ടായിരുന്നതായി കണ്ടെത്തി. നെഞ്ചിലേറ്റ ചതവുകൾ ബൂട്ടിട്ട് ചവിട്ടിയതിനെ തുടർന്നുണ്ടായതാണെന്നാണ് സൂചന. ശരീരത്തിൽ ഒട്ടേറെ മുറിവുകളും കടിയേറ്റ പാടുകളും വ്യക്തമായിരുന്നു. തലയിൽ രണ്ടിടത്ത് ഗുരുതരമായ മുറിവുകളുണ്ടായിരുന്നു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. വിദേശത്ത് നടന്ന ആദ്യ പോസ്റ്റ്മോർട്ടത്തിലും ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് എംബാം ചെയ്തതിനാലും പോസ്റ്റ്മോർട്ടം ദൗത്യം സങ്കീർണമായിരുന്നു. എങ്കിലും വിദഗ്ധ സംഘം മൃതദേഹത്തിന്റെ 150ഓളം ചിത്രങ്ങൾ ശേഖരിക്കുകയും നടപടികൾ പൂർണ്ണമായി വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ചൊവ്വാഴ്ചയോടെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറും. അതേസമയം കൊലക്കേസ് അന്വേഷണം ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ നടത്താനാണ് കുടുംബത്തിന് താൽപര്യം. സാവരിയ ക്രൂരമായ ശാരീരിക പീഡനത്തിനിരയായിട്ടുണ്ടെന്നും പ്രതി കടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയ ബന്ധുവിനോട് പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു. അവിടുത്തെ ചില അഭിഭാഷകരുമായും സംസാരിച്ചിരുന്നു. അവിടെ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നതിനാൽ ഭരണകൂടം കേസിനെ ഗൗരവത്തോടെ കാണുമെന്നും ഇന്ത്യൻ എംബസിയുടെ സഹായം ലഭിക്കുമെന്നാണ് കുടുംബം കരുതുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ നിയമം കർക്കശമായതിനാൽ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സാവരിയയുടെ കുടുംബം പറഞ്ഞു. വിദേശത്തെ കർക്കശമായ നിയമവ്യവസ്ഥയിലൂടെ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്നും ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണ സഹായം ലഭ്യമാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. സാവരിയ പഠിച്ചിരുന്ന ഗുബാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആശുപത്രിയിലാണ് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിന്റെ ഫലം 20 ദിവസത്തിനകം ഇന്ത്യൻ എംബസിക്ക് കൈമാറും. വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇന്ത്യൻ പൗരന്മാർ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന DGPയുടെ സർക്കുലർ പ്രകാരം കേസ് ഹരിപ്പാട് പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ നടപടികൾ തുടങ്ങി. മരണവിവരമറിഞ്ഞ് സാവരിയയുടെ വീട് സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ADGP H വെങ്കടേഷിന് അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്തു നടന്ന കുറ്റകൃത്യമായതിനാൽ ലോക്കൽ പോലീസിന്റെ പരിമിതികൾ മറികടക്കാനാണ് ഈ തീരുമാനം. ആലപ്പുഴയിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഹരിപ്പാട് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. തുടർന്ന് DGP വഴി കേസ് ക്രൈംബ്രാഞ്ചിന് ഔദ്യോഗികമായി കൈമാറും. നടപടികളുടെ ഭാഗമായി അടുത്ത ദിവസം ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തും. പ്രതിക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ എല്ലാ കർശന നടപടികളും സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും ഉറപ്പു നൽകിയിട്ടുണ്ട്.